കൂളിവാകിടമായ സ്വരൂപത്തിങ്കൽ പാർവതി മാതാവ് ഭൂമി ലോകം പൂവാരത്ത് ചെന്നു ചണ്ണച്ചാവാലുകൾ കുത്തിമാന്തുമ്പോ 7 നാളത്തെ പള്ളിവേട്ട കുറഞ്ഞ നായാട്ട് കഴിഞ്ഞു. അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നു. വാഗനെല്ലി വരിക്ക പ്ലാവിന് തൃക്കടവാരത്തോടെ ചെല്ലുമ്പോ കൂളിവാകിടമായ ആ സ്വരൂപത്തിലിരുന്ന പാർവതി മാതാവിനെ കണ്ടിട്ട് അറിഞ്ഞതുപോലുമില്ല. കൂളിവാകി നിറന്ന് കണ്ട് പാർവതി മാതാവിനെ വാഗനെല്ലി വരിക്ക പ്ലാവിന്റെ തൃക്കടവാരത്ത് വച്ച് തൊട്ടു തീണ്ടി സംഘമോഹങ്ങൾ ചെയ്തൊഴിയുന്ന കാലം. നിന്നോട് അണിവയറ്റില് 336 ഓമന മക്കള് പറഞ്ഞിരുന്നോട്ടെ എന്ന വണ്ണം വാഴിച്ചോരം കൊടുക്കുമ്പോ കൂളിവാകിടമായ സ്വരൂപത്തിലിരുന്ന പാർവതി മാതാവ് ചോദിച്ചു, ഇക്കണ്ട ഉണ്ണി മക്കളിനിക്ക് പിറന്നെന്ന് വന്നാ ഞാനേ വണ്ണം മണി വളർത്തണം. ഇക്കണ്ട ഉണ്ണി മക്കൾ നിനക്ക് പിറന്നെന്ന് വന്നാ 22 നളരവെടുക്കുമ്പോ ശ്രീ കൈലാസത്ത് കൊണ്ടുപോരാ അവരെ നല്ലൊരു ഞാണമൊന്ന് കെട്ടി 4 പേര് കൂട്ടി വിളിച്ചോണ്ട് കേറിപ്പോകാനുള്ള ഏറുവാഹനങ്ങൾ ഊണോട്ട് പൂജ വില്ലും വിരളൊക്കെ എന്റെ കൈ ഇങ്ങണക്കായി ഞാനും തോറ്റി കൊടുത്തോണ്ട് എന്റെ കൂളിവാകെ എന്ന വണ്ണം വാഴിച്ചു വരം കൊടുത്തു. അവിടെ നിന്നായിരിക്കുന്നു അച്ഛനും വഴിയാല വഴി പോകുന്ന കാലം. വഴിമറിയുന്നൊരു നേരത്ത് പാർവതി മാതാവ് ചണ്ണച്ചാവലകിഴങ്ങൾ വായിച്ചെടുത്തു. 2 ചണ്ണച്ചാവലകിഴങ്ങ് അഷ്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് കൊണ്ട് കുഴിച്ചു മൂടി. ആ ബീജത്താൽ കൊണ്ട് വായിച്ചെടുത്ത് 2 ചണ്ണച്ചാവലകിഴങ്ങ് ഉള്ളർത്തുന്നു. ആ ചണ്ണച്ചാവാലകിഴങ്ങ് അഷ്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് കൊണ്ട് കുഴിച്ചു മൂടി. ചണ്ണച്ചാവാലകിഴങ്ങിന് വാഴിച്ചോരം കൊടുത്തു. കൂളിവാകി എന്ന ചെറുവെള്ളോത്തി കാട്ടളത്തുന്ന പെണ്ണു പെങ്കിടാവ് ഈ വഴിക്ക് അങ്ങനെ വന്ന് ചണ്ണച്ചാവാലകിഴങ്ങൾ കുത്തിമാന്തി എന്ന് വന്ന അവൾ കീട്ടിരിക്കട്ടെ അവിടെ നൃത്തമൃതത്ത് ചെയ്തെന്ന് വന്ന അവളണി വയറ്റിൽ 336 ഓമന മക്കള് പിറന്നോട്ടെ എന്ന വണ്ണം ചണ്ണച്ചാവാലകിഴങ്ങിന് വാഴിച്ചു വരം കൊടുക്കുന്ന കാലം. ചണ്ണച്ചാവാലകിഴങ്ങിന് വാഴിച്ചോരം കൊടുത്തു. പാർവതി മാതാവ് ശ്രീ കൈലാസം നോക്കി വഴി പോകുമ്പോ ഇന്ദ്രലോകം കടന്നു, മന്ത്രലോകം, ദേവലോകം, സ്വർഗലോകങ്ങളും കടന്നു. 74 ലോകങ്ങളും കടന്നു. ശ്രീ കൈലാസത്ത് ചെന്നു കൂളിവാകെ നേടി വിളിച്ചു, എന്റെ കൂളിവാകെ നീ പറഞ്ഞത് സത്യം പരമാർത്ഥമായിരുന്നു. ഞാൻ നിന്നുടെ മായ സ്വരൂപത്തിങ്കൽ ഭൂമി ലോകം ഭൂവാരത്ത് പോയി അവിടെ വച്ച് നീയാണെന്ന് കരുതി എന്നെ തന്നെ തൊട്ടു തീണ്ടി സംഘമോഹങ്ങളും ചെയ്തു. 336 ഓമന മക്കൾക്കുള്ള പരമസാദ് നിനക്ക് തന്നിട്ടുണ്ട് എന്റെ കൂളിവാകെ. പരമസാദങ്ങൾ കൊണ്ട് ഞാൻ ചണ്ണച്ചാവാലകിഴങ്ങിനുള്ളിൽ എത്തിയിട്ടുണ്ട്. ചണ്ണച്ചാവാലകിഴങ്ങ് അട്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് കൊണ്ട് കുഴിച്ചു മൂടിയിട്ടുണ്ട്. ആ ചണ്ണച്ചാവാലകിഴങ്ങ് നിനക്ക് കിട്ടിയെന്ന് വന്നാ നീ എതിർത്ത് അമൃത് ഊത്തി ചെയ്തോളൂ, മക്കളെ പ്രസവിക്കോളൂ എന്റെ കൂളിവാകെ. അയ്യോ എന്റെ പാർവതി മാതാവേ, ഇക്കണ്ട ഉണ്ണി മക്കളിനിക്ക് പിറന്നെന്ന് വന്നാ ഞാനേ വണ്ണം മണി വളർത്തണം. ഈ കണ്ട ഉണ്ണി മക്കൾ നിനക്ക് പിറന്നെന്ന് വന്നാ 22 വെടുക്കുമ്പോ ശ്രീ കൈലാസത്ത് കൊണ്ടുപോര്. അവർ നല്ലൊരു ഞാണമൊന്ന് കെട്ടി 4 പേര് കൂട്ടി വിളിച്ചോണ്ട് കേറിപ്പോകാനുള്ള ഏറുവാഹനങ്ങൾ ഊണോട്ടും പൂജ വല്യമകളൊക്കെ അച്ഛന്റെ കൈയും കണക്കായി ഞാനും തോറ്റി കൊടുത്തോണ്ട് എന്റെ കൂളിവാകെ എന്ന വണ്ണം വാഴി ചോരങ്ങളും കൊടുത്തു. പാർവതി മാതാവ് കൂളിവാകെ മനം നടിപ്പിക്കുന്ന ഒരു നേരത്ത് പാർവതി മാതാവിനോട് അണികൂടെ യാത്ര കൈ വഴങ്ങി. കൂളിവാകെ എന്ന ചെറുവെള്ളോത്തി കാട്ടാളത്തി എന്ന പെണ്ണു പെങ്കിടാവ് ഭൂമി ലോകം പൂവാരങ്ങൾ നോക്കി അങ്ങനെ വഴിയാല വഴി പോരുമ്പോ ലോകം കടന്ന് മന്ത്രലോകം, ദേവലോക, സ്വർഗലോകങ്ങളും കടന്ന് വഴി പോരുന്ന ഒരു നേരത്ത് അത്തിക്കുന്ന് മണിമാമലപ്പുറങ്ങൾ കടന്നു. ചെത്തിക്കുന്ന്, ചെമ്പരത്തിക്കുന്ന്, കുന്ന് നീലി മണിമാമലപ്പുറങ്ങൾ കടന്നു. വാഗനെല്ലി വരിക്കപ്ലാവിനെ തൃക്കടവാരത്തോടെ ചെന്നു. ചണ്ണച്ചാവാലുകളിൽ കുത്തിമാന്തുമ്പോ അവൾക്കായിരിക്കുന്നു ചോര പുരണ ചണ്ണച്ചാവാലുകൾ കിട്ടുന്നു. പാർപുണ ചണ്ണച്ചാവാലുകൾ കിട്ടുമ്പോ കൂളിവാക തന്നെത്താൻ എന്ത് കണ്ടു. എന്തോ ഒരു കാലം കാലിരിക്ക പുതുമയാണ്. എന്റെ കാലം ചെറുപ്പം കൊണ്ട് ഞാൻ ചണ്ണച്ചാവാല കിഴങ്ങ് കുത്തിമാന്തിട്ട് എനിക്ക് ചോര പുരണ്ട ചണ്ണച്ചാവാല കിഴങ്ങ് കിട്ടിയിട്ടില്ല. പാൽപുണ ചണ്ണച്ചാവാല കിഴങ്ങും കിട്ടിയിട്ടില്ല. എന്നവളിങ്ങനെ എന്ത് കണ്ട് കൂളിവാക ചണ്ണച്ചാവലുകളെ കൊണ്ട് ചെന്ന് അവിടെ കുപ്പുംപാടത്തോടെ കൊണ്ട് ചെന്നു. ആ ചണ്ണച്ചാവാല കിഴങ്ങ് അമൃതൂത്ത് ചെയ്യുന്ന കാലം.
ചണ്ണച്ചാവൽ നമ്മുടെ ഒപ്പം അഴത്തിങ്കിൽ സുഖിലാണ് ഉറങ്ങി. പിറ്റന്നാ നേരം വരുമ്പോ കൂലിവാ കടിച്ചു കളിക്കലും എടുത്തു അണിമുറ്റം അടിച്ചു വാർന്നു നിൽക്കുമ്പോ ഉടുത്തിന് ആ വെള്ളക്കോടയാടിയിൽ 3 തുറ്റി വെള്ളുതുറ മുറുകീഴുമ്പോ കൂലിവാകയ്ക്ക് തീണ്ട ആര് കൂത്തുന്നു തോന്നി. ഒന്നിനൊരു കുളം ഇറങ്ങി കുളിച്ച് രണ്ട് നീരാടി കുളിച്ചു. അകത്ത് കടന്ന് ഉപ്പോടുണങ്ങി വാരിക്കൂരി അമൃത ചെയ്തു. ആ കരുവരി മുറ്റാതുള്ളി ഒളിവാകുമ്പോ കൂലിവാകയ്ക്ക് ഒന്നുക്കും 1 മാസത്തിൽ ഗർഭം ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ഓരോരോ സംശയങ്ങൾ തോന്നുമ്പോ 1 മാസം കഴിഞ്ഞ് 2 മാസത്തിൽ ഈർക്കരുവരി മുറ്റുന്നു. 3 മാസത്തിൽ മുതു 2 മുലക്കണ്ണ് 2 കറുകറന്നിനെ കറുത്തു. 4 മാസത്തിൽ നാക്കിലെ പോലെ ഗർഭം അടി പറന്നു. 5 മാസത്തിൽ പഞ്ചമിന്ദ്രൻ ബലി കൊടുത്തു. 6 മാസത്തിൽ കൂലിവാകയ്ക്ക് ഉറങ്ങുന്നുറക്കത്തില് ഈറ്റില്ല പെരുങ്ങരി ഗർഭച്ചാക്കുള് തോന്നി തുടങ്ങുന്ന കാലം. പൂണ്ടിടുന്ന കുമ്പളങ്ങ വട്ടമൊത്തച്ചേന കുഴിനിറിയ ചേമ്പ് അരിമച്ചേരി കിഴങ്ങ് കട്ടങ്കാവ്യത്ത് മേന്തോണി കിഴങ്ങ് കൊള്ളിക്കിഴങ്ങ് പയറിൻ്റെ കൊണ്ടുവന്ന് വച്ചു തിന്നു ചുട്ടു തിന്നു പുഴുങ്ങി തിന്നു കട്ടു തിന്നു കാണാതെ നിന്ന് കൂളിവാകടെ ഈറ്റില്ല പെരുങ്ങുതി ഗർഭച്ചാക്കോള് ഒരു വിധത്തിൽ അങ്ങോട്ട് തീർന്ന് കാണുമ്പോ 7 മാസത്തിൽ എഴുന്ന പിള്ള പതുക്കിനെ പാടിളക്കി കണ്ടു. 8 മാസത്തിൽ കൂളിവാകടെ അണിമുല 2 പാലൊപ്പം പറന്നു. 9-10 മാസം വരെ വെറുതെ ആകുമ്പോ ഇട്ടുകിടന്ന പായ കുമ്പിട്ടൊന്ന് മടക്കിക്കൂടാ. ഒരു വിലക്ക് നെല്ല് ആഞ്ഞുകുത്തിക്കൂടാ. കേറിയക്കുന്ന അപ്പൊ തന്നെ ഇറങ്ങിക്കുന്ന അപ്പൊ തന്നെ കേറിക്കൂടാ. വെടികൊണ്ട പെൺമയിൽ പേട പോലെ മണി കൊഴിഞ്ഞ വൈക്കോൽ പോലെ തളർന്നു പോയി കൂളിവാക. വന്ന 10 മാസം വരെ വെറുതെയായി. ഞാൻ എവിടെ പോയി പെറ്റോളണം പ്രസവിച്ചോളണം. പെറ്റിടക്കുവാൻ നീറ്റില്ല പുറമാടെ ഒടിവിനിക്കില്ല. വയറ് പിടിക്കുന്ന നാഗലത്തി മാതാവിനെ ഈ കൂളിക്കുന്നുമണി മാമലപ്പുറത്ത് ഞാനൊട്ടും കാണുവാനില്ല. ഞാൻ എവിടെ പോയി പെറ്റോളണം പ്രസവിച്ചോളണം എന്നവണ്ണം നിലനിൽക്കുമ്പോ പണ്ട് പരശുരാമൻ കാലത്ത് കെട്ടിമുടിച്ചിന ചണ്ണച്ചാവലമട കാണുമ്പോ ഈറ്റില്ല പുറമാടുമെന്ന് തോന്നി. ചണ്ണച്ചാവലമടയിൽ ഉണങ്ങി കിടക്കുന്ന ഞെരുകിന്റെ വള്ളിയൊട്ട് കാണുമ്പോ പിടിവള്ളി എന്ന വണ്ണം പൊട്ട് തോന്നി. ശ്രീ കരിമ്പനോട് കുറ്റിയൊന്ന് കാണുമ്പോ വയറ്റാട്ടി മാതാവെന്ന് തോന്നി. പെട്ടെന്ന് കൂളിവാക ചണ്ണച്ചാവലമടൽ കിടങ്ങി ചെന്ന് ചണ്ണച്ചാവലമടൽ കിടക്കുമ്പോ എളിവാറെന്ന് വിളിക്കുന്നുണ്ട് എന്റെ ബ്രഹ്മാവേ. എളിവാറെന്ന് വിളിക്കുമ്പോൾ ഒഴിവാൻ ഇളയമ്മമാര് പോലും എനിക്കില്ല. മുതുവാറെന്ന് വിളിക്കുമ്പോ മുതു ഒഴിവാൻ മുത്തശ്ശിമാര് പോലും എനിക്കില്ല. നടുവാറെന്ന് വിളിക്കുമ്പോ നടു ഒഴിവാൻ നാത്തൂമാര് പോലും എനിക്കില്ല. എന്നവണതിന് എന്ത് കണ്ട് കൂളിവാക ഞെരുകിന്റെ മരമരുന്ന് കൂട്ടിറച്ച് കൂളിവാകയുടെ എക്കിന് പക്കിന് തണ്ടലക്ക് മുതുകത്ത് 5 സ്ഥാനത്ത് പുള്ളിയുടെ ആദം എടുക്കിട്ടൊഴിഞ്ഞു. മേൽവയറ്റിലെ പിള്ളൊഴിഞ്ഞ് കീഴ്വയറ്റിലേക്ക് കുഞ്ഞിറക്കി കീഴ്വയറ്റ് ഒളിഞ്ഞ് മടിവയറ്റിലേക്ക് കുഞ്ഞിറക്കുമ്പോ പെട്ടെന്ന് കടന്നു വന്നു കൊടുകുടാല വേർത്തേവേ തൊടുകുമ്പോ അഷ്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് 335 ഓമന മക്കളെ പിന്നേക്കും പിന്നാലെ അതിക്കും പിന്നാലെ അങ്ങ് പ്രസവിക്കുന്നു കൂളിവാക. അങ്ങനെ ആട്ടിൻകൂട് തുറന്ന് വിട്ടതുപോലെ പൂക്കൊട്ട കൊണ്ട് ചെറിഞ്ഞതുപോലെ പഴച്ചക്ക കുരു കൊണ്ട് ചവിട്ടിടർത്തിയാരെ പോലെ നെല്ലിക്ക് വെട്ടിയിട്ട് വീണതുപോലെ കൂളിവാക 335 ഓമന മക്കളെ പിന്നേക്കും പിന്നാലെ പ്രസവിക്കുമ്പോ മക്കളോത്സവത്താല കഴിഞ്ഞ് അണിവയറ്റത്തോടെ മറിഞ്ഞു നോക്കുമ്പോ അണിവയറ് തേച്ച് കാണുന്നില്ല. ഇത്രയ്ക്കും വിരുത്തു മക്കള് പിറന്നു. എന്നിട്ടും എന്റെ അണിവയറ്റിൽ ആട്ടുമുട്ടന്മാരെ പോലെ അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് ഇറങ്ങുന്നു. നാഗം പോലെ ചീറുന്നു ചേങ്കില പോലെ അടിക്കുന്നു. എന്റെ അണിവയറ്റിൽ എന്തോ ഏതൊന്നും എനിക്കറിയില്ല. എന്നവണ്ണം നിലനിൽക്കുമ്പോ രണ്ടാമതും കടന്നു വന്നു കുടുകുടാല വേത്തൊഴുകുമ്പോ അട്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് 336 ഓമന മകനെ മൂടലോടെ കൊണ്ട് പ്രസവിച്ചു കൂളിവാകേ. മൂടലക്ക്
കുപ്പായം തുറന്ന് നോക്കുമ്പോ കൂളിവാകയ്ക്ക് ഓരോരോ മറിമായങ്ങൾ തോന്നി. പകൃക്കണ്ടി നോക്കുമ്പോ തീപ്പന്തം പോലെ തോന്നിയാണ്ട് മുഖത്ത് നോക്കുമ്പോ 74 ലോകങ്ങൾ കാണുന്ന പോലെ തോന്നി. ഇടങ്കയിലും വലങ്കയിലും ഉച്ചാങ്ങളുടെ കായി കണ്ടു, വലങ്കയിലും മുടിമുടിഞ്ഞ പോത്താങ്ങളുടെ കായി കണ്ടു, മഞ്ഞപ്പിരണ്ട പൂണ് നൂലുമകനുടെ കായി കണ്ടു. ചെമ്പൻ കണ്ണ ചെറുപോത്തിന്റെ പുറത്ത് കയറിയിരിക്കുന്നു എന്ന വണ്ണം ഓരോരോ മറിമായങ്ങൾ തോന്നുമ്പോ ഏറിയ മക്കളിനേക്ക് പിറന്നു. ഇതേമാരുടെ മകനെ ഞാനൊട്ടും കാണുവാനില്ല എന്നോട് എന്ത് കണ്ട് കൂളിവാക മക്കളെ കൊണ്ട് കുളികുറി ദേവാലയങ്ങളും കഴിപ്പിച്ചു. അങ്ങുണ്ട നില വാതളത്തിൽ കൊണ്ട് വച്ചടച്ചു പൂട്ടുന്ന കാലം. അങ്ങനെ ഒന്നിനൊരു വെള്ളം ഇറങ്ങി കുളിച്ചു, രണ്ടിന് ആടി കുളിച്ചു, 10ന് 10 വെള്ളം ഇറങ്ങി കുളിച്ചു, 15 പുലവാലായ മുള കഴിഞ്ഞു. 20 കഴിഞ്ഞ് 21 അരിവെടുക്കുമ്പോ എന്റെ മക്കൾക്ക് 24 മക്കളെ നല്ലൊരു ഞാണം ഒന്ന് കെട്ടി 40 കൂട്ടി വിളിക്കണമെന്ന് വന്ന ശ്രീ കൈലാസത്ത് കൊണ്ടുപോകണ്ടേ. ആയതുകൊണ്ട് ഈ കണ്ടുകൊണ്ട് ഈ മക്കളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഒരു മകനായിരുന്നുവെങ്കിലും ഒക്കത്തും വച്ചു കൊണ്ടുപോകാമായിരുന്നു. 2 മക്കളാണെങ്കിൽ 2 ഒക്കത്തും വച്ചു കൊണ്ടുപോകാമായിരുന്നു. 3 മക്കളാണെങ്കിൽ ആരെങ്കിലും കൂട്ടിന് വിളിക്കാമായിരുന്നു. ഇത് 336 ഓമന മക്കൾ പിറന്നില്ലേ. ഞാൻ ഈ കണ്ട ഉണ്ണി മക്കളെ എങ്ങനെ കൊണ്ടുപോകും എന്നോട് എന്ത് കണ്ടു കൂളിവാക നാന്തക നാലുകത്തിലെടുത്തു. ഓടയിടാൻ ഇടതണ്ടിന് ആല വെട്ടിയെടുത്ത് കൊണ്ടുവന്നു. വലുതായിട്ടൊരു കോരാൻകൊട്ടിയാലെ എതിരിക്കും മക്കളരികത്തോടെ കൊണ്ടുചെന്ന് ആ കോരാൻകൊട്ടിലൊരു വെള്ളാരെ കണ്ട് പറക്കി ഒതുക്കി ചാരി പാടത്ത് കട്ടിറക്കണമാര് അങ്ങോട്ട് ഒതുക്കി ഒച്ചുനേരിക്ക് എന്റെ തൂപ്പൊട്ടി തണലും കുത്തി വലതായിട്ട് ചുമ്മാടും കെട്ടി കൂളിവാക 336 ഓമന മക്കളെ എടുത്തേറ്റിക്കൊണ്ട് അച്ഛന്റെ ശ്രീ കൈലാസം നോക്കി കൊണ്ടുപോകുന്ന കാലം. ആദ്യമല ചോദ്യമല ശിവലപ്പനുകളും കളിച്ചു വഴി പോകുമ്പോ അച്ഛൻ കുളിക്കുന്ന വല്ല നെല്ലിപ്പളങ്കി പേരെടുത്ത് വരുമ്പോ 28 കഴിയാത്ത ഓമന മക്കളും വല്ല നെല്ലിപ്പളങ്കി പേരെടുത്ത് ചാടുന്നു. ഓരോരോ മക്കളായിരിക്കുന്നു. ഓരോരോ പുഴങ്ങട വാരമുള്ള നീന്തി കുളി കാണുമ്പോ കൂളിവാക മക്കളെ കൈ കാട്ടി വിളിച്ചു, കൺകാട്ടി വിളിച്ചു, ആട കാട്ടി വിളിച്ചു, ആഭരണം കാട്ടി വിളിച്ചു. അണിമുല 2 കുലുക്കി വിളിക്കുമ്പോ 28 കഴിയാത്ത ഓമന മക്കളെ പറഞ്ഞ എന്റെ മാതാവേ, നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളോട്ട് കരകയറില്ല. അച്ഛനേത് അമ്മയേത് ആദ്യം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം. അയ്യോ എന്റെ മക്കളെ, അച്ഛനാണെങ്കിൽ ശ്രീ കൈലാസത്ത് ശ്രീ പരമേശ്വരനാണടാ. വളർത്തമ്മയാണെങ്കിൽ പാർവതി മാതാവ്. പെറ്റെടുത്ത ശ്രീ കൂളിവാകി എന്ന ചെറു വെള്ളോത്തി. കാട്ടാളത്തെന്ന പെണ്ണ് വെങ്കിടാവ് ഞാനാണ് മക്കളെ. ആടാവുന്ന മക്കൾ നിങ്ങളാണെന്ന് വന്ന ആടിച്ചിരിക്കണ മക്കളെ. വെട്ടുംതിര വെള്ളാട്ട് കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന വെട്ടുംതിര വെള്ളാട്ട് കഴിച്ചിരിക്കണ മക്കളെ. വീത് കലശങ്ങൾ കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന വീത് കലശങ്ങൾ കഴിച്ചിരിക്കണ മക്കളെ. കളമ്പാട്ട് കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന കളമ്പാട്ട് കഴിച്ചിരിക്കണ മക്കളെ എന്ന വണ്ണം മരളി പറയുമ്പോ മക്കൾ 2ാം വട്ടം വരെ എടുക്കുമ്പോ കൊത്തിയിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇരുമ്പുമ കയറ്റി വെക്കും വണ്ണം 2ാം വട്ടം കോരാങ്കോട്ട് പോയത് 336 ഓമന മക്കളെടുത്തേറ്റിക്കൊണ്ട് അച്ഛന്റെ ശ്രീ കൈലാസം നോക്കി കൊണ്ടുപോകുന്ന കാലം. ലോകം കടന്ന് മന്ത്രലോകം ദേവലോകം സ്വർഗലോകങ്ങളും കടന്ന് 74 ലോകങ്ങളും കടന്നു. 7 മാനം എന്ന വെള്ളിത്തടിച്ച പോർമുറ്റത്ത് ചെന്നു. പടതലത്തിൽ കൊണ്ട് കോരാങ്കോട്ട് കിടക്കുമ്പോ മക്കളായിരിക്കുന്നു നായ ആട്ടു തുടങ്ങുമ്പോ അച്ഛനായിരിക്കുന്നു തിക്ക് നിരക്കും കേട്ടു കീഴോര് മണ്ഡപത്തിലേക്ക് മറിഞ്ഞു നോക്കുമ്പോ കൂളിവാകനെ കണ്ടു. അരികത്ത് 336 ഓമന മക്കളെ കാണുമ്പോ അച്ഛൻ ഓടിച്ചെന്നു. എന്തിനാണ് എന്റെ കൂളിവാകി കണ്ട് ഉണ്ണി മക്കളെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അയ്യോ എന്റെ അച്ഛ ശ്രീ പരമേശ്വര, നിങ്ങളിപ്പോ എന്നെ അറിയില്ലല്ലേ. അയ്യോ അച്ഛ ശ്രീ പരമേശ്വര, അങ്ങയുടെ ഉണ്ണിമക്കളാണ്. 24 കൊടുത്തു മക്കളെ. നല്ലൊരു ഞാണം ഒന്ന് കെട്ടി 4 പേര് കൂട്ടി വിളിക്കന്നെ പരമേശ്വര. അയ്യോ കണ്ട ഉണ്ണിമക്കളെ നല്ലൊരു ഞാണുമായി കണ്ട ഉണ്ണിമക്കളൊക്കെ എന്റെ ഉണ്ണിമക്കളാണെന്ന് പാർവതി മാതാവ് അങ്ങനെ മറിഞ്ഞു പോയെന്ന് വന്ന കുറ്റമുണ്ട്, കുറവെള്ളക്കേടുണ്ട്. ഈ കണ്ട ഉണ്ണിമക്കളെ നല്ലൊരു ഞാണം ഒന്ന് കെട്ടി 4 പേരൊന്ന് കൂട്ടി വിളിക്കണമെന്ന് വന്ന നമ്മളുടെ നാട്ടിലുള്ള പഞ്ഞിനൂല് പരത്തി നൂല് മുഴുവനും ഒടുങ്ങിപ്പോകും എന്റെ കൂളിവാകെ. ഇത് ഒന്നും പറഞ്ഞാലോട്ട് മതി പോരില്ല മക്കളെ. നല്ലൊരു ഞാണം ഒന്ന് കെട്ടി 4 പേര് കൂട്ടി വിളിക്കണം എന്നിനോട്ട് കേൾക്കുമ്പോ അച്ഛന്റെ തൃശ്ശട വലിച്ചെടുത്ത് ഭൂമി സ്ഥാനത്ത് ഒരു രടിക്കുമ്പോ പലതായിട്ടൊരു പാർവള്ളിത്തോട്ടം വന്ന് ഊർതിരിഞ്ഞു എന്റെ കൂളിവാകെ. ആ കാണുന്ന പാർവള്ളിത്തോട്ടം ഓടിച്ചലടി ഒരു കെട്ട് പാർവള്ളിത്തണിനാല് വെട്ടിയെടുത്തുകൊണ്ട് വരികയാണ്.
ചെയ്യണം എന്നിനോട്ട് കേൾക്കുമ്പോ കൂളിവാക കാണുന്ന പാറവള്ളിത്തോടർ ഓടിച്ചെന്നു. ഒരു കെട്ട് പാറവള്ളിത്തണിനാലെ ചാമച്ച് മുഴം വെച്ച് വെട്ടിയെടുത്ത് കൊണ്ടുവരുമ്പോ അച്ഛന്റെ ശ്രീ കൈലാസം അടിച്ചു തെളിച്ചു നിറപറ മണിവിളക്ക് കുളത്തി വെക്കുമ്പോ അച്ഛന്റെ വലം ഭാഗത്ത് ഒരു കെട്ട് പാറവള്ളിത്തണിനാല കൊണ്ട് കീഴറക്കി കൂളിവാക. അച്ഛനായിരിക്കുന്നു ഓരോരോ മക്കളെ വാരിയെടുത്ത് പാറവള്ളിത്തണ്ണിനാല കൊണ്ട് നല്ലൊരു ഞാണമായി കെട്ടി 335 ഓമന മക്കളെ ഓരോരടുകെ പേര് വിളിച്ചു. ആദ്യകുട്ടിയാൻ ആദ്യകുട്ടി, ഓമനക്കുട്ടി, കരിങ്കുട്ടി, പുഞ്ചനെല്ലൂർ കുട്ടി, തീക്കുട്ടി, പൂക്കുട്ടി, മറിമായം കുട്ടി, ഓടുംകുട്ടി, ചാടുംകുട്ടി, പന്തല്ലൂർ കുട്ടി, പറക്കുട്ടി, മഷിക്കുട്ടി എന്ന് മകനെ പേര് വിളിച്ചു. ഇളവള്ളിക്കുട്ടി എന്ന് മകനെ പേര് വിളിച്ചു. പുഞ്ചനെല്ലൂർ കുട്ടി എന്ന് മകനെ പേര് വിളിച്ചു. ഇളവള്ളി ചാത്ത, കാര് ചാത്ത, മൂക്കാൻ ചാത്ത, ഉമ്മാമ്മൻ ചാത്ത, ചീരക്കുഴി ചാത്ത, വാകിൽ ചാത്ത, കോതച്ചാത്ത, തീ ചാത്ത, പൂച്ചാത്ത, മായച്ചാത്ത, മറിമായം ചാത്ത, മാരണച്ചാത്ത എന്ന് മകന് പേര് വിളിച്ചു. മൂക്കാൻ ചാത്ത എന്ന് മകന് പേര് വിളിച്ചു. അങ്ങനെ 335 ഓമന മക്കളെ പേര് വിളിച്ചു. ഒക്കെയിലേക്ക് ഉടൽ പറഞ്ഞ മകനെ ഇങ്ങോട്ട് പിടിക്കുമ്പോ മകൻ അകന്നകന്ന് മാറുന്നു. മുട്ടും കുത്തി ചമ്മണ പടിയിട്ടിരുന്നു. ചോരക്കണ്ണണ് തുറിപ്പിച്ച് അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ വല്ല തേവാര പൂജയ്ക്ക് പോകുമ്പോ കെട്ടിത്തഴുകുന്ന പാൽപശുവിനെ കട്ട കള്ളന്മാർ ഞങ്ങളാണോ? ദേവാരം പൊന്തി എങ്ങാനും കട്ട കള്ളന്മാർ ഞങ്ങളാണോ? എന്റെ നാച്ചേട്ടന്മാരെ കട്ട കള്ളന്മാരെ പോലെ പാറവള്ളിത്തണ്ണിനാല കൊണ്ട് നല്ലൊരു ഞാണമായി കെട്ടി പേര് വിളിച്ചില്ലേ? ആ വണ്ണം പേര് വിളിക്കുവാൻ ഞാനൊട്ട് സമ്മതിക്കില്ല നല്ല അച്ഛാ. പേര് വിളിക്കണമെന്ന് വന്ന അച്ഛന്റെ വലമേ കിടക്കുന്ന മഞ്ഞപ്പിരണ പൂണ നൂലിൽ നിന്ന് ഒരിഴ പൊട്ടിച്ചെടുത്ത് ചുറ്റുതിരുന്ന മുകളിരിക്കുന്ന കങ്കമണി, കനകമണി, മുത്തുമണി, രക്തമണി, കോർത്തുനൂല് എൻ്റെ അരലി നൂലോട് നൂലിന് ഞാണമായി കെട്ടി എൻ്റെ അച്ഛൻ്റെ മായ പേരിന് കൂട്ടി വിളിച്ചില്ലെന്ന് വന്ന ശ്രീ കൈലാസം ചുട്ടുപൊട്ടിച്ചല്ലാതെ ഞാനും ഇവിടുന്ന് വഴി പോകില്ല എന്നിനോട്ട് കേൾക്കുമ്പോ അച്ഛൻ മകനെ വാരിയെടുത്തു. അച്ഛൻ്റെ മഞ്ഞപ്പിരണ പൂണൂലിൽ നിന്ന് ഒരിഴ പൊട്ടിച്ചെടുത്തു. അച്ഛൻ്റെ മഞ്ഞച്ചിരണ പൂണൂലിൽ നിന്ന് ഒരിഴ പൊട്ടിച്ചെടുത്ത് ചുറ്റുതിന്റെ മുകളിരിക്കുന്ന കങ്കമണി, കനകമണി, മുത്തുമണി, രക്തമണി, കോർത്ത് നൂലും അവിടെ അറിയിൽ നൂലോട് നൂലിനെ ഞാണമായി കെട്ടി അണിമുഖത്തോടമൊപ്പം പൊക്കി വിളിച്ചു. ഏറ്റടത്തിൽ കൊണ്ട് ചന്ദനം കൊണ്ട് പൊട്ടികുത്തി. ഇടം ചവിട്ടിൽ കരണമന്ത്രം ഉപദേശിച്ചു. വലം ചവിട്ടിൽ വിഷുവിന്റെ മായത്തി പിറന്ന മകനെ ഓമന പൊന്നുണ്ണി വിഷുമായേ, വിഷുമായ വിഷുമായേ, വിഷുമായ മായ ചാത്ത, മായ ചാത്ത, മായ ചാത്ത, അഴകിയ പേര് വിളിച്ചു പരമേശ.